ഹായ് അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. 3/4 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വേവിച്ചെടുക്കുക. ഇനി വേറൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ വേണം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആ മസാലപ്പൊടികളൊക്കെ ഇതിലിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ബീഫ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഈ മസാലയിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബീഫിലോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.